മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ മക്കു എന്തിനാടാ അവിടെ വായിന്ന് കേൾക്കുന്നത്? ഡയറക്ടർ വരും. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് രേണുസുതി കയറി തൂങ്ങി ജീവിതം അവസാനിപ്പിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട ഒരു പുള്ളിക്കാരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ ആ ഒരു വീഡിയോ ചെയ്താണ്, അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കണ്ടിട്ട് വരണം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എന്റെ ഒരു വോയിസ് വന്നിട്ടുണ്ട് പുറത്തേക്ക്, അതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. ആ വോയിസ് ഫസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിട്ട് വാ. സ്ഥലത്തേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് റീപ്ലൈ തരാത്തത്. പിന്നെ ഈ പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട്, എനിക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലും ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ 24 മണിക്കൂറും കയറി കുത്തിയിരിക്കുന്ന ആളുമല്ല. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. എന്റെ പോസ്റ്റൊക്കെ എങ്ങനെ ഇടണം, ഏതൊക്കെ ഇടണമെന്നൊക്കെ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അന്നേരം ഒന്നും പൊങ്ങാത്ത ഒരു വാക്കുകളും മര്യാദയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നാ വരെ മോശമായിട്ട് ഒരു വാക്കും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്, പറ്റുന്ന പോലെ തന്നെ ഞാനും ഇടയ്ക്ക് റീപ്ലൈ തരാറുണ്ട്. വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ മെൻഷൻ ചെയ്ത് നിങ്ങളെ ഞാൻ മെൻഷൻ എവിടെയെങ്കിലും സജീന ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ കാര്യമാണ്. രേണു അത്യാസന്റെ നിലയിൽ രേണു മരിയാൻ കിടക്കുന്നു പറഞ്ഞ് എത്രയോ ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ശരിയാണോ? അല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇത് നിങ്ങൾ നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് കയറി ഏൽക്കുവാണോ ചെയ്യുന്നത്? എന്റെ പോസ്റ്റ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ എന്റെ ഫേസ്ബുക്കിലോ ഇട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ എനിക്ക് റീച്ച് എന്ന് പറയുന്ന സാധനം ഒന്നും ഉള്ള ആളല്ല. ശരിക്കും ഇതുപോലുള്ള നാറികളുടെ വീഡിയോ ഒന്നും ഒരു മനുഷ്യൻ പോലും കാണരുത്. കാര്യം എന്താന്ന് വെച്ചാൽ എന്തൊക്കെ അപരാധമാണ് ഇവൻ പറഞ്ഞുണ്ടാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു പുള്ളിക്കാരിനെ നേരെ കയറി തൂങ്ങിയെന്ന് പറയുക, എന്നിട്ട് പിന്നെ കിച്ചൂന് അവൻ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് ചേച്ചിയുടെ ഭർത്താവാണ് പിന്നെ തൂങ്ങാൻ തൂങ്ങിയിട്ട് ICUയിൽ അത്യാസന്ന നിലയിൽ കിടക്കുവാണ്. എന്തൊക്കെ തോന്നിയാസാണ് ഇവൻ പറഞ്ഞതെന്നറിയോ? ഉള്ള കാര്യം ഞാൻ പറയാലോ. ഈ രേണുവിന്റെ കൂടെ അഭിനയിച്ചവനാണ് ഇവൻ, ഏതോ ആൽബത്തിലോ ഷോർട്ട് ഫിലിമിലോ കണ്ട് അഭിനയിച്ചവനാണ് ഇവൻ. അപ്പൊ അവന്റെ മൊത്തത്തിലുള്ള കാര്യം ഞാൻ പറയുവാണ്, ഈ രേണുവിനെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ രേണുവിന്റെ കൂടെ ഇപ്പം, പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവര് രേണുവിനെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. ഈ രേണുസുധീന്റെ അടുത്ത് വരുന്നവരെല്ലാം രേണുസുധീനെ കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടാണെങ്കിലും രേണുവിന്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ അവരും കയറി അങ്ങ് വൈറലാകുമല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവന്മാരെല്ലാം കൂടെ നിന്നിട്ടുള്ളത്, നിൽക്കുന്നത്. രേണുവിന്റെ കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 10 ആളെ അറിയും. അത് മതി എല്ലാവർക്കും. ഇവർക്ക് ആർക്കും ഇപ്പൊ രേണുവിന്റെ അവസ്ഥ അറിയണ്ട, രേണുവിനെ സഹായിക്കാനില്ല, ഒന്നിനും ഇവന്മാരാരും ഇല്ല. ഇപ്പൊ ഈ ഒരു വീഡിയോ അവൻ ഇട്ടത് ഇത് വലിയൊരു ചർച്ചയാക്കി, ഇത് 10 ആളുകൾ അറിഞ്ഞ് ഇത് മൊത്തം വൈറലാവണം, അവൻ അറിയപ്പെടുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ആലോചിക്ക്, ആ കിച്ചുവിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവൻ അതിനകത്ത് പറഞ്ഞത്. കിച്ചുവിന് മനസ്സ് തോന്നി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രേണുവിന്റെ നെഞ്ചത്തേക്ക് പോത്തുള്ളൂ എല്ലാവരും കൂടെ. രേണുവിനെ കുറിച്ച് വെച്ചിട്ട് ഉള്ള സംഭാഷണമാണ് നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവര് റീച്ചിന് വേണ്ടി ചെയ്യുന്നത്. 10 ആൾക്കാരെ അറിയണം, എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. നല്ല റീച്ച് കിട്ടണം, കാശ് കിട്ടണം, ലൈഫ് സെറ്റ് ആക്കണം. അതിനുവേണ്ടി എന്ത് തന്തയില്ലായ്മത്തരവും കാണിക്കും ഇവരൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരാളെ പെടുത്തിക്കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പോകരുത്. അതൊന്നും ശരിയല്ല. അതൊന്നും ആ പൈസ അതിനൊന്നും ഉപകരിക്കത്തില്ല. ഒരാളെ പെടുത്തിക്കൊണ്ടൊന്നും നേടാൻ നിൽക്കരുത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പോലും മാനിക്കാണ്ട് ആ പിന്നെ പുള്ളിക്കാരിനെ വെച്ച് കിച്ചൂരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് ഇവനെ പോലുള്ള തന്തയില്ലാത്തവന്മാരാണ് ഇവിടുത്തെ. എന്ത് പറയാനാണ്? രേണുവിന് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. രേണുവിന്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും കൂതറകളും. രേണു ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു കരഞ്ഞു പ്രാർത്ഥിക്കുക. രേണു ചെയ്ത തെറ്റുകളും കാര്യങ്ങളും എല്ലാം കരഞ്ഞു പ്രാർത്ഥിക്കുക. ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ഈ സമയത്ത് ഇരുന്ന് കുത്തിത്തിരിപ്പല്ല ഉണ്ടാക്കേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുവല്ല ചെയ്യേണ്ടത്. രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല. എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും യാതൊരു എന്താ പറയാ, ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ ഉത്തരവാദിത്വം അല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും നടക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന്റെ ആവശ്യവും. ഞാൻ നേരത്തെ അറിഞ്ഞത് തന്നെയാണ്. പിന്നെ എന്താ പറയാ, അത്യാസന്ന നിലയിൽ നിന്ന് നിങ്ങൾ മാത്രമാണോ? നിനക്ക് എന്ത് പറയാനാണ്? റീച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്നു ഇവനൊക്കെ. അവന്റെ പ്രൊഫൈല് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവന്റെ തലമണ്ട കിട്ടൊരു അടി കൊടുക്കാൻ തോന്നുന്നു. ഈ രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട്
ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഹലോ, രേണുവാണ് ഇത് കേൾക്കേണ്ടത്. കണ്ടില്ലേ, രേണുവിനെ വിളിച്ച് സംസാരിക്കുന്നവരും രേണുവിന്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നവരും ഒക്കെ ഇതൊക്കെയാണ് പരിപാടികൾ. നിങ്ങളെ മാക്സിമം ഉപയോഗിക്കുക തന്നെയാണ് ഇവൻ ചെയ്തത്. എന്തിനാണ് കിച്ചുവിനെ കുറിച്ച് അങ്ങനെ പറയുന്നു, രേണുവിനെ കുറിച്ച് ഇല്ലാക്കഥ ഉണ്ടാക്കുന്നു? രേണുവാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. കൂടെ നിൽക്കുന്നവരെ എങ്ങനെയുള്ളവരാണ്, ഏത് രീതിയിലുള്ളവരാണ്. ആരെങ്കിലും രേണുവിനെ പിരികേറ്റി വിടുന്നുണ്ടെങ്കിൽ അത് നാശത്തിലേക്കുള്ള പോക്കാണ്. ഞാൻ 100% എഴുതി ഒപ്പിട്ട് തരാം. നാശത്തിലേക്കാണ് ആ പോകുന്നത്. ആരെങ്കിലും പിരികേറ്റി തരുന്നുണ്ടെങ്കിൽ, അത് കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ. നമുക്ക് അങ്ങനെയുള്ള റീച്ചും കാര്യങ്ങളൊന്നും വേണ്ട ചേച്ചി. ആ പെങ്കൊച്ചിനെ എനിക്കറിയാം. അവളെ എന്താ പറയാ, നിങ്ങളെക്കാൾ മുന്നേ പരിചയപ്പെട്ട ആളെയാണ്. എനിക്ക് കറക്റ്റായിട്ട് അവളുടെ എല്ലാവിധ അപ്ഡേഷൻസും അറിയാം. എന്ത് കാര്യം ഉണ്ടായാലും അവള് ഫസ്റ്റ് ടൈം എന്നെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അത് അവള് മാത്രമല്ല, അവളുടെ വീട്ടുകാരടക്കം എല്ലാവരും. പുള്ളിക്കാരൻ ആ രേണുവിനെതിരെ ഉള്ള ആ ഒരു വീഡിയോ ചെയ്തില്ലേ, അത് തന്നെ ഒരു വലിയ എക്സാമ്പിൾ അല്ല. എന്നിട്ട് ആ വീഡിയോ അവൻ മുക്കിയേക്കുന്നു. കണ്ടില്ലേ, ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് പോകാൻ നോക്കും. എന്റെ പോസ്റ്റ്, എന്റെ ഫോണ്, എന്റെ ID, അത് എന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അതെ സെയിം അതേപോലെ തന്നെ നിങ്ങൾക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, ഞാനെന്ത് പോസ്റ്റ് ചെയ്യണം ഏത് പോസ്റ്റ് ചെയ്യണം എന്നത് എന്റെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഇവൻ എന്ന് പറയുന്ന കലക്ക വെള്ളത്തിൽ കിടന്ന് മീൻ പിടിക്കാൻ നോക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് രേണുവിന്റെ ഫാമിലി ഇവനെ ഒഴിവാക്കണമെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നാറും. ഇവനിക്ക് നിങ്ങളെ കാര്യങ്ങൾ പല കാര്യങ്ങളും അറിയാം. രേണു തന്നെ വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു കിച്ചുവിനെതിരെ പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയേണ്ടി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ ഈ നാറയ്ക്കും അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവൻ ഈ തിളക്കുന്നത് കേട്ടോ. ചിലപ്പം ഇവനെ കൂടെ രേണു ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഇവൻ എല്ലായിടത്തും പൊട്ടിക്കുമായിരിക്കും. അതായിരിക്കും ചിലപ്പം രേണു ഇതിനെതിരെ ഒന്നും രംഗത്ത് വരാത്തത്. ഞാൻ പറയുന്നത് രേണു ഒരിക്കലും മണ്ടത്തരം കാണിക്കരുതെന്ന്. അപ്പൊ സജിനെ ഈ പുള്ളിക്കാരനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ കേട്ടു നോക്കാം. ഹലോ, ആ വീഡിയോ രേണുവിന്റെ ഇതൊക്കെ വീഡിയോ ചെയ്യാനേ കാണണ്ടേ? വീഡിയോ ചെയ്യാൻ പറയേ ചെയ്യാനാ? ചെയ്യാൻ സമയമുണ്ട്. നമ്മളിപ്പം ഉടനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കണ്ട ഉടനെ അത് എന്താണ് ഏതാണ് കറക്റ്റായിട്ട് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. രേണുവിനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അവർക്ക് വരുന്ന എതിരെ വരുന്ന വീഡിയോസിനൊക്കെ ഞാൻ റിയാക്ട് ചെയ്തോണ്ടിരുന്നു. ഇത് കിച്ചുവിന്റെ ഒരു പറച്ചിലായതുകൊണ്ട് നമുക്ക് നേരിട്ട് അനുഭവമില്ല. ഇപ്പൊ ഞാൻ അൻഷാദാണ്. മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഇപ്പോഴുള്ള കരച്ചിലും പരിപാടിയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ചേച്ചി അതിൽ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നത്. റിയാക്ട് ചെയ്യണം. ഇന്നൊരു വീഡിയോ ഇടുന്നുണ്ട് എന്തായാലും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നോക്കിട്ട് ഒരു വീഡിയോ ഞാനും ചെയ്യാന്ന് ഓർത്തായിരുന്നു. എന്തായാലും ഇടുന്നുണ്ട്. ചെയ്യാനുള്ള ഒരു ചുറ്റുവട്ടത്തിലൊക്കെ തയ്യാറെടുപ്പിലാണ്. ശരി, എന്നിട്ട് ലിങ്ക് അയച്ചു തരാം. കണ്ടു നോക്കിയിട്ട് ഒന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ, ശരി. രേണു ഇനി ഒരുപാട് പേരെ നല്ലപോലെ ശ്രദ്ധിക്കാനുണ്ട്. ഒരുപാട് പേര് രേണുവിന് രേണുവിന് പണി തരാനായിട്ട് നടക്കുന്നുണ്ട്. ചിലപ്പോ എനിക്ക് തോന്നുന്നു പരസ്പരം കുത്തിത്തിരിപ്പും അടിയും ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും ഇവരിങ്ങനെ ഈ കിച്ചുവും രേണുവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കാനാന്ന് തോന്നുന്നു ഇവരിങ്ങനെ കൂടെ നിൽക്കുന്നത്. അതുമല്ല, രേണുവിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ല. ഇപ്പൊ കിച്ചുവിന്റെ അടുത്ത് പറഞ്ഞല്ലോ അന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ, നിന്റെ ഒരുപാട് എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന കാര്യമുണ്ട്, അത് ഞാൻ എടുത്ത് പുറത്തിടുമെന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അതുപോലുള്ള ഓരോ രഹസ്യങ്ങളൊന്നും ആരോടും പറയാണ്ടിരിക്കും. ഇതൊക്കെ എല്ലാവരെയും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തൊരു സിറ്റുവേഷൻ, എന്തൊരു ബാഡ് സിറ്റുവേഷൻ വന്നാലും ആരും കൂടെ കാണത്തില്ല, ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. അപ്പൊ ഈ കൂടെ നല്ലത് കളിച്ച് വരുന്നവരൊക്കെ ഈ നല്ലത് ചമഞ്ഞ് വരുമല്ലോ ഓരോരുത്തര്, അവരെയൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു അൻഷാദ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ ഈ ഇവരുടെ കൂടെ ഒരു രേണുസുതിയുടെ കൂടെ ഒരു റീലിലുണ്ടാവുന്നത് ഞാൻ കാണിച്ചു തരാം. മക്കു എന്തിനാടാ അവിടെ വായിന്ന് കേൾക്കുന്നത്? ഡയറക്ടർ വരും. നമസ്കാരം, എന്റെ പേര് അൻഷാദ് എന്നാണ്. രേണുവിനെ വെച്ചിട്ട് രണ്ടാമത്തെ ആൽബമാണ് ചെയ്തിരിക്കുന്നത്. കണ്ണേട്ടന്റെ സ്വന്തം ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം റീലുകളൊക്കെ ഭയങ്കര വൈറലാകുകയൊക്കെ ചെയ്തിരുന്നു. അതും കാട്ടുമങ്കയും ഇപ്പൊ ചെയ്ത കാട്ടുമങ്ക, ഇത് രണ്ടും ഒരുമിച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ റിലീസ് ഉണ്ടാവുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും കമന്റ്സും ഒക്കെ തരണം. എല്ലാവരും കണ്ടു വിജയിപ്പിക്കണം. ഓക്കെ, കണ്ടില്ലേ പറഞ്ഞത്, ഇവനാണ് അവന് റീച്ച് ഒന്നും വേണ്ടത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്തത്? റീച്ചിന് വേണ്ടിയിട്ടല്ല. ഇവനെ പോലുള്ളവന്മാരൊക്കെയാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ രേണുവിന്റെ അടിപൊളി ഒരു സ്റ്റോറി വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ജസ്റ്റ് ഞാനതൊന്ന് വായിച്ചു തരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തന്റെ വീഡിയോ കണ്ടു മനന്നൊന്ത് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നവൾ അല്ല ഈ രേണുസുതി, പണ്ടേ ചെയ്തേനെ അങ്ങനെയാണെങ്കിലെന്ന്. കണ്ടില്ലേ? അപ്പൊ പുള്ളിക്കാരി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണ്. പക്ഷെ എന്തായാലും എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിനെതിരെ അവനെതിരെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടിട്ട് കാര്യമില്ല, ഇവനെതിരെ ഒരു വീഡിയോ ചെയ്ത് ഇതാക്കണം. കാര്യം രേണുസുതിന്റെ കൂടെ അഭിനയിച്ചല്ലേ ഇവൻ. ഇനി അടുത്ത അനുമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടിട്ട് വാ. മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട് പുള്ളിക്കാരിക്ക്. അതൊക്കെ കാണുന്നതുകൊണ്ട്
അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഒരു വീഡിയോ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോണ്ട്, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കും. ഡോക്ടേഴ്സ് ഒക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞു, പക്ഷെ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പൊ 34 ഉള്ളൂ. അപ്പൊ ഒരാള് ഇപ്പൊ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോ ഒന്നെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റെങ്കിലും വേണം. അപ്പൊ ഒട്ടും ഹെൽത്തി അല്ല പുള്ളിക്കാരി. കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു കൊടുത്തു പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങണ്ടേ, അഭിനയിക്കണ്ടേ, ഇനാഘോഷം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയതുപോലെ വരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. നമുക്കതാണ് വേണ്ടത്. അപ്പൊ പുള്ളിക്കാരി എന്തായാലും മണ്ടത്തരങ്ങളൊന്നും കാണിക്കത്തില്ലെന്ന് ഉറപ്പാണ്. കാര്യം എന്താന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സ്റ്റോറി എന്ന് പറയുന്നത്. ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, അതും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധീരുടെ അടുത്ത് ഒരു ഉപദേശം പോലെ പറയുവാണ്. രേണുവിന്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരെയും സെലക്ട് ചെയ്തെടുക്കുക. കാര്യം എന്താ വെച്ചാൽ എല്ലാവരും രേണു സുധിയെ മുതലാക്കാൻ മാത്രമേ നോക്കത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ കണ്ടതുകൊണ്ട് പറയുക, ഒട്ടുമിക്ക ആൾക്കാരും രേണു സുധിയുടെ നല്ലതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നവരല്ല. അതെന്തായാലും നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. എന്തായാലും കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കാൻ പഠിക്കും. രേണുവിന്റെ പല കാര്യങ്ങളും അങ്ങും ഇങ്ങും തൊടാതെ ആരോടും വിളിച്ച് പറയാതിരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല പണി കിട്ടും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.